രോഗിയായി പോയെന്നും രോഗിയായി തീർന്നെന്നും ഒരിക്കലും മകനെ നീ ധ്യാനിക്കല്ലേ. ഒരു വീട്ടിൽ മരണം സംഭവിച്ചിട്ടുണ്ട്. അകാലത്തിൽ പൊലിഞ്ഞുപോയ ഒരു സഹോദരൻ്റെ മരണത്തിൽ 2 സഹോദരിമാർ വാവിട്ട് കരയുകയാണ്. മരണത്തിന് ശേഷം നാട്ടുകാരെല്ലാവരും ആ വീട്ടിൽ തീർച്ചയായിട്ടും ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. പലരും വന്ന് അനുശോചനമൊക്കെ അറിയിച്ച് പോയി കാണും. എന്നാൽ അവരേറ്റവും ഇഷ്ടപ്പെട്ട യേശു 3 ദിവസം കഴിഞ്ഞാണ് ആ വീട്ടിലേക്ക് വന്നത്. ആ യേശുവിൻ്റെ വരവ് കണ്ടപ്പോൾ മാർത്ത അലമുറയിട്ട് കരഞ്ഞത് ഇങ്ങനെയാണ്: കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. എത്ര മനോഹരമായിട്ടാണ് ഒരാൾ സ്നേഹത്തെ ഡിഫൈൻ ചെയ്യുന്നത്. നീ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. ഈ കണ്ണുനീര്, ഈ അനാഥത്വം, ഈ വേദന, ഈ നിലവിളി, ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. നീ കൂടെ ഉണ്ടെങ്കിൽ എല്ലാം ഈ വീട്ടിൽ സന്തോഷമായി മാറിയേനെ. ഈ അനാഥത്വം, ഈ വേദന, ഈ കണ്ണുനീരിലൂടെ ഞങ്ങൾ കടന്നു പോകില്ലായിരുന്നു. അങ്ങനെ ഒരു സഹോദരിയുടെ നിലവിളിക്കൊടുവിൽ ക്രിസ്തുവിൻ്റെ കണ്ണും നിറയുകയാണ്. പ്രിയമുള്ളവരെ, ഇതിനു മുമ്പ് നമ്മളൊരിക്കൽ മാർത്തയുടെ വീട്ടിൽ യേശു പ്രവേശിച്ചത് നമ്മൾ വായിച്ചിട്ടുണ്ട്. അന്ന് മാർത്ത അത്ര അപ്രിഷ്യേറ്റ് ചെയ്യപ്പെടാതെ പോയ ഒരു സ്ത്രീയായിരുന്നു. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തു എന്നൊക്കെ പറഞ്ഞ് യേശു അപ്രിഷ്യേറ്റ് ചെയ്ത സമയത്ത് മാർത്ത എവിടേക്കോ നാണം കൊണ്ട് തല താഴ്ത്തിയിട്ടുണ്ട്. കാരണം അവളുടെ നല്ല ഭാഗമല്ലാതെ പോയല്ലോ. പക്ഷേ ഇന്നത്തെ സുവിശേഷം വായിക്കുമ്പോൾ മാർത്ത നല്ല ഭാഗം തിരഞ്ഞെടുത്തു എന്ന് മാത്രമല്ല, ഏറ്റവും ശ്രേഷ്ഠമായ തിരിച്ചറിവ് കൂടി അവൾക്കുണ്ടായി എന്നുള്ളതാണ് സത്യം. കാരണം അവൾക്കറിയാമായിരുന്നു, നീ ഈ വീട്ടിലുണ്ടെങ്കിൽ എല്ലാം സന്തോഷമാണ്, അനാഥത്വമില്ല, കണ്ണുനീരില്ല, വേദനയില്ല, നഷ്ടങ്ങളില്ല. പക്ഷേ എപ്പോഴാണ് ഈ വീട്ടിൽ നീ ഇല്ലാതെ പോയൊരു നിമിഷം ഉണ്ടായത്? അപ്പോൾ ഒത്തിരി സങ്കടവും വേദനയും നിലവിളിയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്നൊരു കാര്യം ഇതാണ്. നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ അസാന്നിധ്യം ഉണ്ടെങ്കിൽ, നമ്മുടെ കുടുംബത്തിൽ ക്രിസ്തുവിൻ്റെ അസാന്നിധ്യം ഉണ്ടെങ്കിൽ, നമ്മളും ഇതുപോലെ നഷ്ടങ്ങളുടെയും വേദനകളുടെയും അലമുറയിട്ട കണ്ണുനീരിൻ്റെയും കഥ പറയേണ്ടി വരും. പ്രിയമുള്ളവരെ, എവിടെയൊക്കെയാണോ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഇല്ലാതെ പോയത്, അവിടെയൊക്കെയാണ് സ്നേഹം നഷ്ടപ്പെട്ടു പോയത്. അവിടെയൊക്കെയാണ് കണ്ണുനീരിൻ്റെയും വേദനയുടെയും നിലവിളിയുടെയും അനുഭവം പറയേണ്ടി വന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് വിശുദ്ധ മാർത്തയുടെ തിരുനാൾ സഭ ആഘോഷിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം, ക്രിസ്തു എവിടെയാ? നമ്മൾ അടുത്തുണ്ടോ? നമ്മുടെ ഉള്ളിലുണ്ടോ? നമ്മുടെ കൂടെയുണ്ടോ? ഇങ്ങനെ ഒരു മേൽക്കൂരയ്ക്കകത്ത് ക്രിസ്തു ഉണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ചോദിക്കണം. നമ്മുടെ വീട്ടിൽ ക്രിസ്തു ഉണ്ടോ? നമ്മളൊരു വാതിലിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച് കിടക്കുമ്പോൾ ആ വാതിലിൻ്റെ അകത്ത് ഒരു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ ഒരു ബന്ധത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മൾ ആരുടെടുത്താണോ കൂടുതൽ അടുക്കുന്നത്, സ്നേഹം പ്രകടിപ്പിക്കുന്നത്, അവരുടെ അടുത്തൊക്കെ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമ്മൾ ഫീൽ ചെയ്യുന്നുണ്ടോ? പ്രിയമുള്ളവരെ, ഇങ്ങനെ ക്രിസ്തു കൂടെയുണ്ട്, ക്രിസ്തു അടുത്തുണ്ട്, ക്രിസ്തു ഉള്ളിലുണ്ട്, ഇങ്ങനൊരു ചിന്തയില്ലെങ്കിൽ നമ്മളും ഒരു നാൾ മാർത്തയെ പോലെ കരയേണ്ടി വരും. കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. കൃത്യമായൊരു തെളിച്ചം നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. നഷ്ടപ്പെട്ട കണക്കിൻ്റെ കണക്കും, നഷ്ടപ്പെട്ടു പോയ സ്നേഹത്തിൻ്റെ കണക്കും, നഷ്ടപ്പെട്ടു പോയ നന്മയുടെ കണക്കൊക്കെ നഷ്ടപ്പെട്ടു പോയ ക്രിസ്തുവിൻ്റെ ആകെത്തുകയാണ്. അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിനെ നേടിയവന് എല്ലാം എളുപ്പമാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാം സ്നേഹമല്ലേ, എല്ലാറ്റിലും നിൻ ദൈവമില്ലേ, നിന്റെ കണ്ണീരിലും നിന്റെ നെടുവീർപ്പിലും സ്നേഹമാം ദൈവത്തിൻ കയ്യൊപ്പില്ലേ. ഒരിക്കലും മായാത്ത മുദ്രയില്ലേ, ആ സ്നേഹത്തിൻ ചൂടുള്ള ഉറവയില്ലേ. എല്ലാം ദൈവ സ്നേഹമല്ലേ, ആ സ്നേഹത്തിൻ ചൂടുള്ള ഉറവയില്ലേ. എല്ലാം ദൈവ സ്നേഹമല്ലേ, എല്ലാം സ്നേഹമല്ലേ, എല്ലാറ്റിലും നിൻ ദൈവമില്ലേ.
ഒറ്റയ്ക്കായി പോയെന്നോ കൂട്ടാരുമില്ലെന്നോ എൻ പൊന്നു കുഞ്ഞേ നീ ഓർത്തിടല്ലേ. തോൽവിയായി പോയെന്നും രോഗിയായി തീർന്നെന്നും ഒരിക്കലും മകനെ നീ ധ്യാനിക്കല്ലേ. കൂടെയുണ്ടാവനെന്നും കൂട്ടായി നിന്നൊപ്പം തളരാതെ താഴാതെ താങ്ങിടുന്നു. കൂടെയുണ്ടാവനെന്നും കൂട്ടായി നിന്നൊപ്പം വാടാതെ കരിയാതെ നനച്ചിടുന്നു. നിന്റെ വ്യാധികളെല്ലാം അവനെടുക്കും. അവൻ സ്നേഹമല്ലേ, ആ സ്നേഹം ദൈവമല്ലേ. എല്ലാം സ്നേഹമല്ലേ, എല്ലാം സ്നേഹമല്ലേ. എല്ലാറ്റിലും നിൻ ദൈവമില്ലേ, ദൈവമില്ലേ. കുർബാനയപ്പത്തിൽ കർത്താവിൻ മേനിയും ആ തിരുകാസയിൽ തൻ ജീവരക്തവും സ്വർഗീയ യാത്ര തൻ ദിവ്യപാധേയമായി നമുക്കായി തമ്പുരാൻ തന്നതല്ലേ. ഈ കൊച്ചു ജീവിതം പൂജ്യമായി തീരട്ടെ, സ്നേഹത്തിൻ മലരുകൾ വിരിഞ്ഞിടട്ടെ. ഈ കൊച്ചു ജീവിതം പൂജ്യമായി തീരട്ടെ, സ്നേഹത്തിൻ മലരുകൾ വിരിഞ്ഞിടട്ടെ. ഈ അപ്പം സ്നേഹമല്ലേ, ആ സ്നേഹം ദൈവമല്ലേ. എല്ലാം സ്നേഹമല്ലേ, എല്ലാം സ്നേഹമല്ലേ. എല്ലാറ്റിലും നിൻ ദൈവമില്ലേ. നിന്റെ കണ്ണീരിലും നിന്റെ നെടുവീർപ്പിലും സ്നേഹമാം ദൈവത്തിൻ കയ്യൊപ്പില്ലേ. ഒരിക്കലും മായാത്ത മുദ്രയില്ലേ, ആ സ്നേഹത്തിൻ ചൂടുള്ള ഉറവയില്ലേ. എല്ലാം ദൈവ സ്നേഹമല്ലേ, ആ സ്നേഹത്തിൻ ചൂടുള്ള ഉറവയില്ലേ. എല്ലാം ദൈവ സ്നേഹമല്ലേ, എല്ലാം സ്നേഹമല്ലേ. എല്ലാറ്റിലും നിൻ